മലയാള സിനിമയിൽ പ്രേംകുമാർ എന്ന നടൻ്റെ സ്ഥാനം എന്താണെന്ന് മലയാളികൾ വേണ്ടത്ര മനസ്സിലാക്കിയിട്ടുണ്ടോയെന്ന് സംശയമാണ്. ഈ അടുത്ത കാലത്ത് മനോരമ ചാനലിൽ നേരെ ചൊവ്വയിൽ പ്രേംകുമാർ പങ്കെടുത്തുകൊണ്ട് അദ്ദേഹം നടത്തുന്ന ചില അഭിപ്രായ പ്രകടനങ്ങൾ കണ്ടതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യാമെന്ന് തീരുമാനിച്ചത്. ഏതാണ്ട് അദ്ദേഹം ഒരു 100ഓളം സിനിമകളിൽ മലയാള സിനിമകളിൽ തന്നെ പ്രേംകുമാർ അഭിനയിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. 18ഓളം സിനിമകളിൽ നായക സ്ഥാനത്തും വന്നൊരു നടനാണ് പ്രേംകുമാർ എന്നുള്ളത് മലയാളിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇന്നത്തെ തലമുറയെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ ന്യൂസ് അല്ലെങ്കിൽ അത്ഭുതകരമായ ഒരു വാർത്തയായിട്ടൊക്കെയാവും അവർക്ക് തോന്നുക. അദ്ദേഹം ഇന്ന് കേരള ചലച്ചിത്ര അക്കാദമിയുടെ വൈസ് ചെയർമാനായിട്ട് 2022 സ്ഥാനമേറ്റത്. അദ്ദേഹത്തിന് ഏതാണ്ട് 56 വയസ്സ് പ്രായമുണ്ട്. അദ്ദേഹം തിരുവനന്തപുരം സ്വദേശിയാണ്. കഴക്കൂട്ടത്ത് ജനിച്ച പ്രേംകുമാർ കഴക്കൂട്ടം ഗവൺമെൻറ് UP സ്കൂള്, കണിയാപുരം മുസ്ലിം ഹൈസ്കൂള്, സെൻറ്റ് സേവിയേഴ്സ് കോളേജ് തുമ്പ അവിടേക്കാണ് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. അദ്ദേഹം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ തന്നെ തിയേറ്റർ ആൻഡ് ആർട്സിൽ ഡിഗ്രിയും കരസ്ഥമാക്കിയിട്ടുണ്ടെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. 1993 ഏറ്റവും നല്ല കേരള സ്റ്റേറ്റ് ടെലിവിഷൻ നിന്നുള്ള നടനുള്ള അവാർഡും കിട്ടിയിട്ടുണ്ട്. അദ്ദേഹം ആദ്യമായി സിനിമാ രംഗത്തേക്ക് വരുന്ന 1991 ചന്ദ്രശേഖരൻ സംവിധാനം ചെയ്ത അരങ്ങ് എന്ന സിനിമയിലൂടെയാണ്. ഇങ്ങനെയൊക്കെയാണെങ്കിലും നടൻ പ്രേംകുമാറിന് മലയാള സിനിമ വേണ്ടത്ര പരിഗണിച്ചിട്ടുണ്ടോ എന്നൊരു കാര്യം സംശയം തന്നെയാണ്. നടൻ എന്നതിലുപരി പ്രേംകുമാർ ഒരു നല്ല മനുഷ്യനാണ്. അങ്ങനെ ആ ഒരു മനുഷ്യനെപ്പറ്റി മലയാളികൾക്ക് മനസ്സിലാക്കാതെ പോയിട്ടുണ്ടെന്നുള്ള കാര്യത്തിലാണ് സംശയം. എല്ലാ കാര്യങ്ങളെപ്പറ്റിയും നല്ല വ്യക്തമായ കാഴ്ചപ്പാടുള്ള മനുഷ്യൻ. രാഷ്ട്രീയമായാലും ശരി, മതമായാലും ശരി, കലയായാലും ശരി, സത്യസന്ധമായ നിലപാടുള്ള ഒരാളായിട്ടാണ് ശ്രീ പ്രേംകുമാറിനെ നമുക്ക് കാണാൻ കഴിയുക. ആ നേരെ ചൊവ്വയിൽ കാണുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ അത് കണ്ടിട്ടുള്ള ഒരാൾക്ക് ആ കാര്യം ബോധ്യമാകും. പ്രേംകുമാറിന് ഇത്തരത്തിലുള്ളൊരു മുഖമുണ്ട് എന്നുള്ളത് മലയാളികൾ പലരും മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. മലയാള സിനിമയിൽ വല്ലപ്പോഴും മുഖം കാണിച്ചു പോകുന്ന ഒരാൾ എന്നേ പലരും കരുതിയിട്ടുണ്ടാവുള്ളൂ. സിനിമയിലുള്ള പല നടന്മാരും തങ്ങളുടെ നിലപാടുകൾ, അത് രാഷ്ട്രീയമാവട്ടെ മറ്റേത് സാമൂഹ്യപരമായ എന്ന് പറഞ്ഞാൽ പൊതുജനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ തന്നെ പുറത്തു പറയാൻ മടിക്കുന്നിടത്താണ് സധൈര്യം പ്രേംകുമാർ എന്ന നടൻ്റെ കാഴ്ചപ്പാടുകൾ അർത്ഥശങ്കകൾക്കിടയില്ലാത്ത വിധം സൗമ്യമായും ധീരമായും പുറത്തു പറയുന്നത്. അതിനോട് നമുക്ക് യോജിക്കുകയോ വിയോജിക്കുകയോ ചെയ്യാം. PA ബക്കർ സംവിധാനം ചെയ്ത സഖാവ് എന്ന സിനിമയിലൂടെ സഖാവ് കൃഷ്ണപിള്ളയായി മലയാള സിനിമയിലേക്ക് വരേണ്ട ഒരു നടനായിരുന്നു പ്രേംകുമാർ എന്ന് നമുക്ക് എത്ര പേർക്കറിയാം. നിർഭാഗ്യമെന്ന് പറയട്ടെ, ആ സിനിമ തിയേറ്റർ കാണാതെ കട്ടപ്പുറത്തിരുന്നു എന്നുള്ളത് കൊണ്ടാണ് പ്രേംകുമാർ എന്ന നടൻ്റെ നിർഭാഗ്യം. അല്ലെങ്കിൽ മലയാള സിനിമയിൽ പ്രേംകുമാർ എന്ന നടൻ്റെ യാത്ര മറ്റൊരു വിധത്തിലാകുമായിരുന്നു. നേരത്തെ പറഞ്ഞ പോലെ ചന്ദ്രശേഖർ എന്ന സംവിധായകൻ്റെ കീഴിൽ അരങ്ങ് എന്ന ചിത്രത്തിലൂടെയാണ് പ്രേംകുമാർ തിയേറ്ററുകളിൽ അല്ലെങ്കിൽ ബിഗ് സ്ക്രീനുകളിൽ എത്തുന്നത്. പിന്നീട് അങ്ങോട്ട് സൈന്യം, സുന്ദരിക്കാക്ക, ബട്ടർഫ്ലൈസ്, പാർവതി പരിണയം, വാർദ്ധക്യ പുരാണം തുടങ്ങി ഏതാണ്ട് 100ഓളം സിനിമകളിൽ ചെറുതും വലുതുമായ വേഷമിട്ടു. 1990കളിലൊക്കെ ആണെങ്കിൽ ചെറുകിട ബഡ്ജറ്റുകളിൽ പുറത്തിറങ്ങിയ 18ഓളം സിനിമകളിൽ നായക വേഷവും ചെയ്തിട്ടുണ്ട്. പലതും തിയേറ്ററുകളിൽ നല്ല വിജയം കൊയ്തു. പക്ഷേ പിന്നീട് വന്ന പല ബിഗ് ബഡ്ജറ്റ് സിനിമകളുടെ കുത്തൊഴുക്കിൽ പ്രേംകുമാറിനെ പോലുള്ള നടന് പിടിച്ചു നിൽക്കാനായില്ല എന്നുള്ളതാണ് സത്യം. അനിയൻ ബാവ, ചേട്ടൻ ബാവ, അതിലെ സുന്ദരൻ എന്ന കഥാപാത്രം, പട്ടാഭിരാമനിലെ സന്ദീപ് കുമാറിനെ പോലെയുള്ള കഥാപാത്രത്തെ ഒന്നും മലയാളി സിനിമാ പ്രേമികൾക്ക് മറക്കാൻ കഴിയില്ല. ഹാസ്യപ്രാധാന്യമുള്ള നിറയെ കഥാപാത്രങ്ങൾ പ്രേംകുമാർ അവസ്മരണീയമാക്കിയിട്ടുണ്ട്. ദൂരദർശൻ സംപ്രേഷണം ചെയ്ത സീരിയലുകളിലും പ്രേംകുമാറിൻ്റെ പ്രകടനം നല്ല മികവുറ്റതായിരുന്നു. ഒരു നടനെന്നതിലുപരി ഒരു നല്ല മനുഷ്യൻ എന്ന നിലയ്ക്ക് പ്രേംകുമാറിനെ മനസ്സിലാക്കാൻ മലയാളിക്ക് കഴിഞ്ഞില്ലെന്നുള്ള ഒരു കുറ്റബോധം തോന്നുന്നതാണ് ഈ വീഡിയോ ചെയ്യാനായിട്ട് പ്രധാനമായും കാരണമായത്. വ്യക്തമായ നിലപാടുകൾ, വ്യക്തമായ കാഴ്ചപ്പാടുകളുള്ള ഒരു വ്യക്തിയാണ് പ്രേംകുമാർ. ചലച്ചിത്ര അക്കാദമിയിലെ വൈസ് ചെയർമാൻ എന്ന സ്ഥാനവും ആ ഉത്തരവാദിത്വവും ഭംഗിയായി നിറവേറ്റി പോരുന്നുണ്ട് അദ്ദേഹം. IFFK പോലുള്ള ഫെസ്റ്റിവലുകളിൽ ഓടി നടന്ന് ഭംഗിയായി മേളം നടത്തിക്കൊണ്ടു പോകുന്നത് നാം കണ്ടു. ഒട്ടും നാട്യങ്ങളില്ലാത്ത പച്ചയായ മനുഷ്യസ്നേഹി.
അതുകൊണ്ട് തന്നെ സിനിമാ നടൻ എന്നതിലുപരി ഒരു സാമൂഹിക ജീവി എന്നുള്ള നിലയ്ക്ക്, അല്ലെ സമൂഹത്തിനോട് സംവദിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് അതിൽ നല്ല നിലപാടുകളുള്ള, വ്യക്തമായ നിലപാടുകളുള്ള ഓരോ വിവാദത്തിനും, രാഷ്ട്രീയമായാലും മതമായാലും മറ്റേത് കാഴ്ചപ്പാടിനോടും തൻ്റെ നിലപാട് കൃത്യമായി പറയുന്ന ശ്രീ പ്രേംകുമാറിന് എല്ലാ ഭാവുകങ്ങളും നേരുന്നു. നന്ദി, നമസ്കാരം. ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരും സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.